إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയ ഒരു ജീവിതം ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. നമ്മുടെ യാത്രകൾ അത് പലപ്പോഴും കൃത്യമായ ലക്ഷ്യസ്ഥാനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനിടയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ എല്ലാ യാത്രകളും അങ്ങനെ ആവാറില്ല. നമ്മുടെ എല്ലാം അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു രാത്രിയുള്ള യാത്ര മാത്രം ഉദാഹരണം എടുക്കാം. രാത്രികളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും എത്ര തന്നെ അറിയുന്ന സ്ഥലമാണെങ്കിലും നമ്മൾ ഒരുപാട് തവണ പോയിട്ടുള്ള വഴികളാണെങ്കിലും ഗൂഗിൾ മാപ്പിൻ്റെ സഹായം ഉണ്ടെങ്കിലും ഒക്കെ പല സമയങ്ങളിലും വഴി തെറ്റുന്ന അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. വഴി തെറ്റി നേരെ പോകേണ്ട ഒരു യാത്ര വഴി തെറ്റി മറ്റൊരു ദിശയിലൂടെ പോകുമ്പോൾ അങ്ങനെ പോയി ഒരുപാട് ദൂരം സഞ്ചരിച്ച് പിന്നീട് കുറേ ദൂരം പോയതിനു ശേഷമാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കുക, അയ്യോ വഴി തെറ്റിയിട്ടുണ്ടല്ലോ, ഒരുപാട് ദൂരം വഴി തെറ്റി പോയിട്ടുണ്ട്, ഇനി ഇതേ ദൂരം തിരിച്ച് യൂട്ടേൺ അടിച്ച് വരേണ്ടതുണ്ടല്ലോ, എന്നിട്ട് ആ പഴയ ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് വീണ്ടും നേരെ പോകേണ്ടതുണ്ടല്ലോ എന്ന് ആലോചിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. സഹോദരങ്ങളെ, ഇത്തരത്തിൽ പല യാത്രകളിലും വഴി തെറ്റാറുള്ള ആളുകളാണ് നമ്മൾ എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവുമായി നമ്മൾ ചേർത്ത് ആലോചിച്ച് നോക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ പല ജംഗ്ഷനുകളിലും നമ്മൾ തിരിയേണ്ടുന്ന, വളയേണ്ടുന്ന അല്ലെങ്കിൽ നേരെ പോകേണ്ടുന്ന പല ജംഗ്ഷനുകളിലും നമുക്കും വഴി തെറ്റിയിട്ടുണ്ടോ എന്ന ഒരു ചിന്ത വളരെ അനിവാര്യമാവുകയാണ്. ഇത് പറയാനുള്ള കാരണം 24/7 നമ്മളെല്ലാം വളരെ കൃത്യമായി വഴി തെറ്റിക്കാനുള്ള പ്രചണ്ഡമായ അജണ്ടകളുമായി അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി ശൈത്താൻ നമ്മുടെ കൂടെ സഞ്ചരിക്കുകയാണ്. ഏതെല്ലാം ജംഗ്ഷനുകളിൽ നമ്മളെ വഴിതെറ്റിക്കാൻ സാധിക്കുമോ
ഏതെല്ലാം യാത്രകളിൽ നമ്മൾ ദുർബലരാകുന്ന സമയങ്ങളിൽ നമ്മളെ തെറ്റിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം നമ്മളെ തെറ്റിക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി പലതും നമ്മളെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന, ആ തെറ്റായ യാത്ര എത്ര ദൂരം പോകുന്നുവോ അതുപോലും നമ്മൾ അറിയാതെ അത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ നിന്ന് തിരിച്ച് യു-ടേൺ എടുക്കേണ്ട അവസ്ഥ പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. വിശ്വാസികളായ നമുക്ക് പോലും അതിൽ പിഴവുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആലോചിച്ചു, ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ഒരു നേർചിത്രം എന്തായിരിക്കും? ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ നമ്മളെല്ലാവരും കാണുന്ന വാർത്തകൾ, നമ്മൾ കേൾക്കുന്ന മീഡിയയിലുള്ള ന്യൂസുകൾ, ഇതെല്ലാം ഞെട്ടിക്കുന്ന വാർത്തകൾ മാത്രം നമ്മൾ സമ്മാനിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, ഏറ്റവും ഋജുവായ ചൊവ്വായ ഈ പാതയിൽ നിന്നും ചില ജംഗ്ഷനുകളിൽ നമ്മളെ വഴിതെറ്റിക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രമങ്ങളിൽ നമ്മൾ വശംവദരായി പോകുന്ന, നമ്മൾ പോലും അറിയാതെ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാവുന്നുണ്ടോ, ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ടോ എന്ന കാര്യം ഇവിടെ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മൾ കാണുന്ന വാർത്തകൾ കൊലപാതകങ്ങളാണ്. സീരിയലായിക്കൊണ്ട് ഒന്നിലധികം ആളുകളെ കൊല്ലുന്ന സാഹചര്യം, കൊള്ളകൾ, മോഷണങ്ങൾ, സ്വന്തം കൂടപ്പിറപ്പുകൾ തിരിച്ചറിയാത്ത രൂപത്തിൽ അമ്മയെയും മകളെയും ഒക്കെ, ചെറിയ പ്രായത്തിൽ കുട്ടികൾ ഗർഭിണികളാവുന്ന വാർത്തകൾ തുടങ്ങി ഒരുപക്ഷെ ഒരു മിമ്പറിൽ നിന്ന് പറയാൻ കഴിയാത്ത അത്ര ഗൗരവകരമായ വാർത്തകൾ നമ്മളെല്ലാവരും ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശൈത്വാന്റെ വളരെ കൃത്യമായ ഇടപെടലുകൾ ഇവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളെ ഈ രൂപത്തിൽ വഴിതെറ്റിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ പറയാണ്, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, ശൈത്വാൻ നിങ്ങളെ വഴി നടത്തുന്നത്, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഫഖർ, നിങ്ങൾക്ക് ദാരിദ്ര്യമായ നഷ്ടങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ വയഅ്മുറുകും ബിൽ ഫഹ്ശാ, അതോടൊപ്പം നിങ്ങളെ നീചവൃത്തികളിൽ, മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ വഴി നടത്തുകയും അതിനുവേണ്ടി നിങ്ങൾക്ക് പല ഉത്ബോധനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുവോ വല്ലാഹു യഇദുകും മഗ്ഫിറ, അള്ളാഹു അവന്റെ പാപമോചനമാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നത്. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല, അള്ളാഹുവിന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് തുറന്നു തരികയാണ്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു ഇതെല്ലാം വിശാലമായി അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ ആ അറിവ് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്. യഥാർത്ഥത്തിൽ നമ്മളെ വഴിതെറ്റിക്കാൻ 24 മണിക്കൂർ നമ്മുടെ കൂടെ ഈ രൂപത്തിൽ എങ്ങനെയെല്ലാം തെറ്റായ മാർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് വളരെ ആസൂത്രിതമായി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധം തീർക്കാൻ വിശ്വാസികളായ നമുക്ക് കൃത്യമായ ബാധ്യതയുണ്ട്. ഈ ഒരു ആയത്തിന്റെ തുടർച്ചയായി കൂടെ അള്ളാഹു പറയുകയാണ്, യുഅ്തിൽ ഹിക്മത മയ്യശാഉ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവന് യുഅ്തിൽ ഹിക്മത, അവന് ഹിക്മത്ത് അല്ലെങ്കിൽ യുക്തി പ്രദാനം ചെയ്യും. വമൻ യുഅ്തൽ ഹിക്മത, ആർക്കാണോ അള്ളാഹുവിന്റെ യുക്തി കിട്ടുന്നത്, ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അവന് ഒരുപാട് നന്മകൾ കിട്ടി. അള്ളാഹു ആരെയാണോ ആ യുക്തി അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവന് ഒരുപാട് നന്മകൾ ലഭിച്ചു. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ഉറ്റാലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്കല്ലാതെ ഇത് അള്ളാഹു നൽകുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു വയ്ക്കുന്നത്. സഹോദരങ്ങളെ, ഇത്തരത്തിൽ നമ്മളെ നന്മയിൽ നിന്ന് വഴിതെറ്റിക്കാൻ, തിന്മയെ വളരെ നന്നായി നമുക്ക് തോന്നിപ്പിക്കുന്ന പലതും ഷുഗർ കോട്ട് ചെയ്തുകൊണ്ട്, ഇതിപ്പോ ഇന്നത്തെ കാലമല്ലേ, പുതിയ കാലമൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, അതിനോട് കുറച്ചൊക്കെ ഒരു സമരസപ്പെടാം. ഇപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആയി എന്തിനാണ് ഇങ്ങനെ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കാലത്ത് നിങ്ങൾ നടക്കുന്നത് എന്ന് ചാനൽ ചർച്ചകളിൽ പോലും നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മൾ കാണുന്ന വാർത്തകൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതെല്ലാം ശൈത്വാൻ നമുക്ക് നന്നായി കാണിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വയസയ്യന ലഹും ശൈത്വാനു അഅ്മാലഹും, നമ്മൾ ചെയ്യുന്ന മോശമായ കാര്യങ്ങൾ അത് സയ്യനലഹും, നിങ്ങൾക്കൊരു അലങ്കാരമായിക്കൊണ്ട് നന്നാക്കിക്കൊണ്ട് അതൊന്ന് ഭംഗിയാക്കിക്കൊണ്ടാണ് നിങ്ങളെ കാണിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും പുരോഗമനമല്ലേ, 21ാം നൂറ്റാണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് ഈ കാലത്ത് നമുക്ക് അനിവാര്യമാണ്, കുറച്ചൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന തോന്നൽ നമുക്കൊക്കെ വരുന്നത്. ശൈത്താന്റെ ഈ പ്രേരണ നമ്മൾ വളരെ സുന്ദരമായി തിരിച്ചറിയേണ്ടതുണ്ട്. കുറെ ന്യായങ്ങൾ, വളരെ മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ജംഗ്ഷനിൽ നിന്നും വഴിതെറ്റി പോകുന്നുണ്ടോ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്നുണ്ടോ എന്ന കാര്യം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വ് ഫത്തഖിദൂഹു അദുവ്വ, ശൈത്വാൻ എന്നാൽ നിങ്ങൾക്ക് ഒരു ശത്രുവാണ്.
നിങ്ങൾക്ക് ഏറ്റവും പ്രകടമായി നിങ്ങൾക്ക് കാണാവുന്ന ശത്രുവാണ് ശൈത്വാൻ. ഫത്തഖിദുഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവാക്കി തന്നെ കാണണം. ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഗീർ, അവൻ അവന്റെ കക്ഷികളെ, അവന്റെ ഹിസ്ബുകളെ അവൻ ക്ഷണിക്കുന്നത് അവർ നരകക്കാരിൽ പെടാൻ വേണ്ടി മാത്രമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ശൈത്വാന്റെ പ്രേരണ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പലതും നമുക്ക് വളരെ നന്നാക്കി അവൻ തോന്നിപ്പിച്ചേക്കാം. പക്ഷേ ആ പോകുന്ന പോക്ക് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ചിന്തയാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. സഹോദരങ്ങൾ, ഗൗരവത്തിൽ ആലോചിച്ച് നോക്കുക. പല വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ വാർത്തകൾ കാണുമ്പോൾ മോശമാണ്, മ്ലേച്ഛമാണ്, തിന്മകളാണ്, ഒഴിവാക്കേണ്ടതാണ് എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ട് പോലും നമ്മളാരും എന്തുകൊണ്ടാണ് അത് എൻ്റെ കുടുംബത്തിലോ ഞാനുമായി ബന്ധപ്പെട്ട ഒരാളിലോ എത്താതിരിക്കാനുള്ള പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ആലോചിക്കാത്തത്? നമ്മുടെ ചിന്തകൾ എന്തുകൊണ്ടാണ് അത്രത്തോളം വികാസം പ്രാപിക്കാത്തത്? ആലോചിക്കൂ, ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് എന്ന്. നാളെ ഞാൻ നിങ്ങളൊക്കെ ഏതോ ഒരു നിമിഷം ഏതോ ഒരു സ്ഥലത്ത് വെച്ച് മരണപ്പെടേണ്ടവരാണ് എന്ന ഉറച്ച ബോധ്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ. ആ മരണം പ്രതീക്ഷിക്കാതെ കടന്നു വരുമെന്ന് ഉറച്ച ബോധ്യമുള്ള ആളുകൾ നമ്മളൊക്കെ. ആ മരണത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ചില ആലോചനകൾ നടത്താൻ, നാളെ സ്വർഗമാകുന്ന ആ ശാശ്വതമായ ഭവനത്തിലേക്ക് എത്തിച്ചേരാൻ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. ചില ശൈത്വാനികമായ പ്രേരണകളെ എൻ്റെ ജീവിതത്തിൽ എവിടെയാണോ കടന്നു വരുന്നത്, ഞാൻ എവിടെയാണോ ദുർബലനാകുന്നത്, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മ, എൻ്റെ കുടുംബം എവിടെയാണോ അത്തരത്തിൽ ശൈത്വാന്റെ പ്രേരണകളിൽ വഞ്ചിതരാകാൻ സാധ്യതയുള്ളത്, അതിനെ നേരത്തെ കണ്ടുകൊണ്ട് അതിന് പ്രതിരോധം തീർക്കാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. ശൈത്വാൻ അതിന്റെ ഒരുപാട് പ്രതിരോധം, ഈ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നാലായി നമുക്ക് തരംതിരിക്കാൻ കഴിയും. ഇവിടെ ഇന്ന് നമ്മൾ കാണുന്ന പല രൂപത്തിലുള്ള വലിയ വാർത്തകൾ, മോശമെന്ന് എല്ലാവർക്കും ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന അത്തരം വാർത്തകളെല്ലാം 4 പ്രധാന ടൂളുകളിലൂടെയാണ്, 4 പ്രധാന ആയുധങ്ങളിലൂടെയാണ് ശൈത്താൻ പിന്നെ അതിലൂടെ കൊണ്ടുപോകുന്നത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് മനുഷ്യരിൽ ആർത്തി ഉണ്ടാക്കുക, രണ്ടാമതായിക്കൊണ്ട് അന്ധവിശ്വാസിയാക്കുക, 3 അവനെ ലൈംഗിക വൈകൃതങ്ങളിലേക്ക് അവനെ വഴി നടത്തുക, 4 ലഹരിയിലേക്ക് അവനെ ആപ്പതിക്കുക. നോക്കൂ, ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഇത്തരം വാർത്തകളുടെ എല്ലാം പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ. പക്ഷേ ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളതെന്നും അതിന്റെ പരിഹാരങ്ങളാണ് നാം ചിന്തിക്കേണ്ടതെന്നും ഇവിടെ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 93-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസ്റു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസ്റു, തീർച്ചയായും കള്ളും മൈസർ അല്ലെങ്കിൽ ചൂതാട്ടവും, വൽ അൻസ്വാബു വൽ അസ്ലാം, പ്രതിഷ്ഠകളും അമ്പുകോലുകളും, റിജ്സും മിൻ അമലി ശൈത്വാൻ, അതെല്ലാം ശൈത്വാന്റെ മ്ലേച്ഛമായ തെറ്റായ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ മലീമസമാക്കപ്പെട്ട മാലിന്യമാക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽപ്പെട്ടത് മാത്രമാകുന്നു. ഫജ്തനിബൂഹു, അതിനാൽ നിങ്ങൾ അത് ഒഴിവാക്കുവിൻ, നിങ്ങളത് വർജിക്കുവിൻ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ഈ ഒരു ആയത്തിനെ പണ്ഡിതന്മാർ തഫ്സീറുകളിൽ പറയുന്നത് പല രൂപത്തിൽ നോക്കി കാണാനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, വിശ്വസിച്ച ആളുകളോട് അല്ലാഹു അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇന്നമൽ ഖംറു വൽ മൈസ്റു, തീർച്ചയായും മദ്യവും ചൂതാട്ടവും മറ്റ് വൻപാപങ്ങളായിട്ടുള്ള അൻസ്വാബും അസ്ലാമും, അള്ളാഹുവിന് അല്ലാത്ത ആളുകൾക്കുള്ള ബലിപീഠങ്ങളും പ്രതിഷ്ഠകളും അമ്പുകോലുകളും എല്ലാം നിങ്ങളെ റിജ്സും മിൻ അമലി ശൈത്വാൻ, അത് ശൈത്വാന്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാകുന്നു. റിജ്സ് എന്ന വാക്കിന് പറയുന്നത് മാലിന്യം എന്നാണ്. ശൈത്വാന്റെ മാലിന്യങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളാകുന്നു ഈ 4 കാര്യങ്ങൾ. അതിൽ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, ഇതിനെല്ലാം നിങ്ങൾ പൂർണ്ണമായും വെടിയുവിൻ, ഇതെല്ലാം ഒഴിവാക്കുവിൻ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. നാളെ പരലോകത്ത് വിജയം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കണമെന്നാണ് ഇവിടെ ഓതി വെച്ചിട്ടുള്ളത്. ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകും അൽഅദാവതി വൽ ബഗ്ദാഇ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദുകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. ഇത് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നമാ യുരീദു ശൈത്വാനു, തീർച്ചയായും ഇതിലൂടെ ശൈത്വാൻ അല്ലെങ്കിൽ പിശാച് ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനകും, നിങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ ഉണ്ടാക്കുവാനാണ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ? 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. അൽഅദാവതി വൽ ബഗ്ദാ, നിങ്ങൾക്കിടയിൽ തന്നെ പരസ്പരം ശത്രുതയും ബഗ്ദാ വിദ്വേഷവും ഉണ്ടാക്കാൻ. തീർന്നോ? ഇല്ല. ഫിൽ ഖംറി വൽ മൈസ്ർ, ഈ കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും, വയസുദ്ദകും, നിങ്ങളെ തടയുവാനും. എന്തിൽ നിന്ന്? അൻ ദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന്, വഅനിസ് സ്വലാത്ത്, നിങ്ങളെ നമസ്കാരത്തിൽ നിന്നും തടയുവാൻ ശൈത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ലേ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിൽ
നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതേത് തിന്മകളെയും ഈ ഒരു ആംഗിളിൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിൽ നിന്നും നമസ്കാരം എന്ന ചിട്ടയായ ജീവിതത്തിൻ്റെ ഒരു പ്രക്രിയയിൽ നിന്നും നമ്മളെ തടയുന്ന, നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ചില പ്രേരണകൾ ശൈത്താൻ കൊണ്ടെത്തിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ബോധപൂർവം വഴിപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നാമതായിക്കൊണ്ട് ആർത്തി. മനുഷ്യരിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മയാണ് ആർത്തി. പലപ്പോഴും നമ്മൾ അത്രയധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന രണ്ട് പ്രധാന വിഷയങ്ങൾക്ക് ആർത്തി ഉണ്ടാവാറുണ്ട്. ഒന്ന് സമ്പത്താണ്, രണ്ട് സ്ഥാനമാനങ്ങളാണ്. ഈ രണ്ടിലും ആർത്തി ഉണ്ടാവുന്ന ഒരുപാടധികം മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. സമ്പത്തിനോട് ആർത്തി, കളിച്ചു എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നതിനപ്പുറം ഇസ്ലാമികമായ, നൈതികമായ, ധാർമ്മികമായ മൂല്യങ്ങൾ ഒന്നും പാലിക്കാത്ത രൂപത്തിൽ എങ്ങനെയെങ്കിലും പണം ലഭിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. പലിശ ഹറാമാണെന്ന് പൂർണ്ണമായും ഇസ്ലാമിലെ സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ, യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ് പലിശ ഹറാമാണെന്ന്. പക്ഷെ ഇന്നും മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ പലിശയിലേക്ക് കൂപ്പുകുത്തുന്ന, പലിശ അത് അത്ര പ്രശ്നമാക്കേണ്ടതുണ്ടോ, ഞാൻ അത്രയും അർജന്റായ ഒരു കേസ് ആയതുകൊണ്ടല്ലേ, എനിക്ക് വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞുള്ള പല ന്യായീകരണങ്ങളുമായി പലിശയിൽ പോകുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ആർത്തിയെ പറ്റി പ്രവാചകൻ സ്വലം പറഞ്ഞിരുന്നുണ്ട്, രണ്ട് ചെന്നായകൾ, ആ രണ്ട് ചെന്നായകളെയും പട്ടിണി കിട്ടും. ശേഷം ഒരു ആട്ടിൻ പറ്റത്തേക്ക് ഈ രണ്ട് ചെന്നായകളെയും തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണോ അവിടെ കാണിക്കുക, എന്തെല്ലാമാണോ കാണിച്ചു കൂട്ടുക, അതുപോലെയാണ് മനുഷ്യന്റെ ആർത്തിയെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. അത്തരത്തിൽ മുസ്ലിം സമുദായം പോലും ഇത്തരം പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുമൊക്കെ തങ്ങളുടെ ആർത്തി, അള്ളാഹു നമ്മോട് പറഞ്ഞ ചില നിയന്ത്രണങ്ങളുണ്ട്, ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി എങ്ങനെയും പണം സമ്പാദിക്കുക, എങ്ങനെയും ഇവിടെ സ്ഥാനങ്ങളും പദവികളും ഒക്കെ അലങ്കരിക്കുക എന്ന ചിന്തയിലേക്ക് പോകുന്നത് വലിയ അപകടമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് ലോട്ടറി. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ അൽ ഹംറു വൽ മൈസിർ, ചൂതാട്ടത്തിന്റെ ഭാഗമായി വരുന്ന ലോട്ടറി വസ്തുക്കൾ ഇന്ന് മുസ്ലിം സമുദായം പോലും ലാഘവത്തോടുകൂടി നിസ്സാരമായി ഒരു പ്രശ്നമല്ലാത്ത രൂപത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യം. ലോട്ടറി വാങ്ങുക എന്നതൊരു പ്രശ്നമല്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ അടിച്ചോക്കേണ്ടത്, ലോട്ടറിയിലൂടെ ലഭിക്കുന്ന ആ വരുമാനം, ഒരു തവണ നമുക്ക് ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക, ആ വരുമാനം പൂർണ്ണമായും ഹറാമാണ് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. മറിച്ച് ഇന്ന് ലോട്ടറി ടിക്കറ്റ് വാങ്ങുക എന്ന് പോക്കറ്റിലിട്ട് നടക്കുകയും അത് പ്രശ്നമൊന്നുമല്ല. എത്രത്തോളം നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ ആ ലോട്ടറി ടിക്കറ്റ് തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് താഴെ സുജൂദ് ചെയ്യുമ്പോൾ താഴെ വീണാൽ അതൊരു പ്രശ്നവുമില്ലാതെ, കൂസലുമില്ലാതെ അതെടുത്ത് വീണ്ടും പോക്കറ്റിലേക്ക് ഇട്ട് പോകുന്ന അവസ്ഥയിൽ അത്രത്തോളം ലാഘവമായിക്കൊണ്ട് ലോട്ടറി എന്ന വിഷയത്തെ മുസ്ലിം സമുദായം പോലും നോക്കിക്കാണും നമ്മൾ ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ കണക്കുകൾ പറയുന്നത്, കഴിഞ്ഞ ഓണം ബമ്പർ, കേരളത്തിൽ വന്ന ഓണം ബമ്പറിന്റെ ലോട്ടറി ടിക്കറ്റ് മാത്രം വിൽപ്പന ചെയ്തപ്പോൾ 75 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് പറയുന്നത്. അതായത് ഒരു കുടുംബത്തിൽ, ടോട്ടൽ ഏകദേശം കേരളത്തിൽ 80 ലക്ഷം കുടുംബങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു കുടുംബത്തിൽ ഒരു ടിക്കറ്റ് എടുക്കുന്ന രൂപത്തിലേക്ക് ലോട്ടറികളും വ്യാപിച്ചു വരികയാണ്. നമ്മൾ അത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് ലോട്ടറി എന്നുള്ളത്. അത്രത്തോളം പണം എങ്ങനെയും ഉണ്ടാക്കണം, അതിന് അധ്വാനിക്കുക എന്നതൊരു വിഷയമേ അല്ല. ഇസ്ലാമികമായ ധാർമ്മികതകളും അതിർവരമ്പുകളും എവിടെയാണെന്നൊരു പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇത് ലോട്ടറിയിൽ നിൽക്കുന്നുണ്ടോ? ഇല്ല. റമ്മി പോലുള്ള പല ഗെയിമുകൾ, ചൂതാട്ടങ്ങൾ, ചീട്ടുകൾ, ഓൺലൈൻ ഗെയിമുകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് പണം എങ്ങനെയും നേടാനുള്ള ആഗ്രഹം മാത്രമാണ്. യഥാർത്ഥത്തിൽ ലോൺ എടുക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കേണ്ടത്, ആ ലോൺ എടുത്ത് നമ്മുടെ വീട്ടിൽ ഒരു AC ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ AC-യിൽ വരുന്ന തണുപ്പിനെ ഒരിക്കലും നമ്മുടെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ടെൻഷനും പ്രയാസവും പ്രാരാബ്ദങ്ങളും മാത്രം സമ്മാനിക്കുന്ന ഒന്നായിക്കൊണ്ട് ഈ ലോൺ എടുക്കുന്ന ആളുകളെ കാണാൻ കഴിയും. ലോൺ എടുത്ത് നന്നായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണിച്ചു തരാൻ കഴിയും? ഒരിക്കലുമില്ല. കാരണം അള്ളാഹു നമുക്ക് നിഷിദ്ധമാണ്. ഈ ലോണുകളെല്ലാം പലിശയിൽ അധിഷ്ഠിതമാണോ? അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയതാണ്. ആ ലോൺ കൊണ്ട് എന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും അതൊരിക്കലും ശാശ്വതമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, പ്രധാനപ്പെട്ട തിന്മകൾ വർദ്ധിക്കാനുള്ള രണ്ടാമത്തെ കാരണം അന്ധവിശ്വാസങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാവരും പാലക്കാട് ജില്ലയിലെ ഒരു വ്യക്തിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടത്. തൊട്ടടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ മുടി നീണ്ടുപോയി എന്നതുകൊണ്ട് തന്റെ വീട്ടിൽ ഐശ്വര്യം കടന്നു വരാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുവെന്നും അതുകൊണ്ട് അവരെ കൊലപ്പെടുത്തുകയും ചെയ്യണമെന്ന ആ ചിന്താഗതിയിലേക്ക് മനുഷ്യർ പോകുന്നത് എങ്ങനെയാണ്? അന്ധവിശ്വാസങ്ങൾ. എവിടെയാണോ ഇലാഹല്ലാത്ത, അള്ളാഹു അല്ലാത്ത മറ്റാളുകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്നും തനിക്ക് ഉപകാരമുണ്ടാക്കാനും ഉപദ്രവിക്കാനും അഭൗതികമായ കഴിവുകൾ അവർക്കുണ്ട് എന്ന് നമ്മൾ എപ്പോൾ ചിന്തിക്കുന്നുവോ അവിടെയാണ് ഇത്തരം പ്രശ്നങ്ങളുടെ എല്ലാം നാരായ വേര് എത്തി നിൽക്കുന്നത്. ഐശ്വര്യം നൽകാൻ, ഐശ്വര്യം ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പലപ്പോഴും ദോഷബാധയെ തടയാൻ വേണ്ടി പല തങ്ങന്മാരുടെയും അടുക്കലേക്ക് പോകുന്ന, വരാനിരിക്കുന്ന പല കാര്യങ്ങളും മറ്റു പലർക്കും അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അറിയും എന്ന ചിന്തയിൽ അധിഷ്ഠിതമായി അത്തരം ആളുകളിലേക്ക് പോകുകയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു അസല് കിടക്കുന്നത്, ഇതിന്റെ ബേസ് കിടക്കുന്നത് അവിടെയാണ്.
ഭാവിയിലുള്ള കാര്യങ്ങൾ പ്രവചിക്കാൻ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കഴിയും എന്ന ചിന്തയാണ് ഇത്തരം ആളുകളെ അത്തരം ചിന്തകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അത്തരം ചിന്തകളാണ് പലപ്പോഴും ഈ വലിയ തോന്നിവാസങ്ങളിലേക്കും നാം ഇന്ന് ഞെട്ടിക്കുന്ന രൂപത്തിൽ കാണുന്ന പല വാർത്തകൾക്കും കാരണമായി മാറുന്നത്. അഭൗതികമായ കാര്യങ്ങൾ, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർളി വഇലൈഹി യുർജഉൽ അംറു കുല്ലു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമിയിലുള്ള അദൃശ്യമായ കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. വഇലൈഹി യുർജഉ, അവങ്കിലേക്കാകുന്നു ആ കാര്യങ്ങളെല്ലാം അടക്കപ്പെടുന്നത്. അൽ അംറു കുല്ലു ഫഅബ്ദുഹു, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ. വതവക്കലു അലൈഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഭരമേൽപ്പിച്ച് മടങ്ങുകയും ചെയ്യുവിൻ. അള്ളാഹുവിനെ നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ ആ അള്ളാഹുവിനാണ് ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള കഴിവ് എന്ന് ചിന്തിക്കുന്ന ആ വിശ്വാസം ഉറച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരു വിഷയമേ ആവില്ല. അതല്ലാതെ അള്ളാഹു അല്ലാത്ത ആളുകൾക്കും അത് കഴിയുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം ഈ ഒരു ബേസ് നഷ്ടപ്പെടുമ്പോഴാണ് പല ചതിക്കുഴികളിലും മനുഷ്യർ പെട്ടുപോകുന്നത്. ഇന്നും ഏർവാടിയിലും നാഗൂരിലും മുത്തുപേട്ടയിലും ഒക്കെ പോകുന്ന അമ്പങ്കുന്നും മറ്റു പല സ്ഥലങ്ങളിലേക്കും പോയി അവിടെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന മുസ്ലിം സമുദായത്തിലുള്ള ആളുകളെ കാണാൻ കഴിയില്ലേ? ഈ ഒരു ബേസ് നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന് മാത്രമാണ് അദൃശ്യ കാര്യങ്ങളിൽ വഴി പറയുക എന്ന ചിന്ത, ആ ഒരു ബേസ് നഷ്ടപ്പെട്ടാൽ പലപ്പോഴും കൊണ്ടെത്തുക രോഗം മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാൽ മക്കൾ ഉണ്ടാവാൻ, ഇതിനൊക്കെ തങ്ങൾമാരുടെ അടുക്കിലേക്കും അമ്മമാരുടെ അടുക്കിലേക്കും തുലാഭാരം നടത്താൻ വേണ്ടി പോകുന്ന ഒരുപാടധികം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയം എത്രത്തോളം എത്തിയെന്ന് വെച്ചാൽ സർക്കാർ തലത്തിൽ പോലും 13 എന്ന നമ്പർ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ 13 എന്ന നമ്പറിന് ഭയങ്കരമായ ദൗർഭാഗ്യമുണ്ട് എന്ന് കരുതിക്കൊണ്ട് വണ്ടിയുടെ നമ്പർ പോലും 13 എന്ന് കൊടുക്കാൻ പേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയും. കോടതി മുറികളിൽ പോലും 13 എന്ന നമ്പർ ഉണ്ടാവില്ല പലപ്പോഴും. അതൊരു വിശ്വാസമാണ്, അതിനെന്തോ ദൗർഭാഗ്യം കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ചിന്തയാണ് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇത് കഴിയുമെന്നുള്ള ചിന്ത വരുമ്പോഴാണ് വെള്ളിമൂങ്ങ, ലക്ഷക്കണക്കിന് രൂപയുടെ വെള്ളിമൂങ്ങയ്ക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് മാധ്യമങ്ങളിലെ പരസ്യങ്ങൾ. ഇന്ന ഒരു ചെയിൻ, ആ ചെയിൻ ഇത്ര രൂപ ഉണ്ട്, അത് വാങ്ങി കയ്യിൽ കെട്ടിയാൽ ഒരു ദോഷങ്ങൾ ഉണ്ടാവില്ല, എല്ലാം സേഫ് ആയിരിക്കും എന്ന് പറയുന്ന പരസ്യങ്ങൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ ആ ചെയിൻ വാങ്ങാൻ പോയിട്ട് അതിന്റെ ചൂഷണങ്ങളിൽ പെട്ടുപോകുന്ന ആളുകളെ ഇത്തരത്തിൽ കൊള്ളകളും കൊലകളും വരുമ്പോൾ വീണ്ടും ചാനൽ ചർച്ചകൾ നടത്തുന്നതിൽ വൈരുദ്ധ്യം എന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. ഇതേ പരസ്യം നടത്തി വീണ്ടും ചാനൽ ചർച്ചകളിൽ അത് വലിയ പ്രശ്നമായി അവതരിപ്പിക്കുന്ന ഒരു വൈരുദ്ധ്യം. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന ഈ ഒരു ബേസ് നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉറുക്കും മേലസും ഒന്നും ഒരു പ്രശ്നമല്ലാതായി മാറുന്നത്. അതൊക്കെ കെട്ടിയാലേ ഒരു സുരക്ഷ ഉണ്ടാവും എന്ന ചിന്ത മനസ്സിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരം അത് അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിന് തവക്കുലാക്കിക്കൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ്. മൂന്നാമത്തെ വിഷയം പണ്ഡിതന്മാർ പറയുന്നത് ഇത്തരം തിന്മകൾ അധികരിക്കാനുള്ള മറ്റൊരു വിഷയം ലൈംഗികമായ വൈകൃതങ്ങളാണ്, ലൈംഗികമായ തോന്നിവാസങ്ങളാണ്. ഇന്നും നമ്മൾ കാണുന്ന വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് വലാ തഖ്റബു സിന, നിങ്ങൾ സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, വലാ തഖ്റബു, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുതെന്നല്ല, മറിച്ച് ആ സാഹചര്യങ്ങളെ പോലും ഇല്ലാതാക്കണം. ഒരിക്കൽ നിങ്ങൾ അതിനോട് അടുക്കുക പോലും ചെയ്യരുത് എന്നതാണ് ഖുർആനിന്റെ കൽപ്പന. എത്രമേൽ ഗൗരവകരമായി വ്യഭിചാരത്തെയും അത്തരം തിന്മകളെയും നോക്കിക്കാണുന്നുണ്ട്. നിങ്ങൾ അയച്ചുകൊണ്ടത് സെക്സ് എന്നത്, ലൈംഗികത എന്നത് ഒരു ആസ്വാദനം തന്നെയാണ്. ഭൂമിയിലെ ഏറ്റവും മികച്ച ഒരു ആസ്വാദനത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ലൈംഗികത എന്നത്. പക്ഷെ അത് ആരുമായിട്ടാവണം? അതിന് നിയന്ത്രണങ്ങൾ എവിടെയാണ്? അതിന്റെ അതിരുകളും അരുതുകളും എവിടെയാണ് നിശ്ചയിക്കേണ്ടതെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അത് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിഹിതമാക്കപ്പെട്ട നിങ്ങളുടെ ഇണകളുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവിൻ, അതൊരു പുണ്യമായി പഠിപ്പിക്കേണ്ട മതമാണ് ഇസ്ലാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഇതിനെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് യാതൊരു അരുതുകളും അതിരുകളും ഇല്ലാത്ത ഒരു സ്വതന്ത്ര ലോകമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്, ആ ലോകത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മുറവിളി കൂടുന്നത് എന്ന് പറഞ്ഞ് ക്യാമ്പയിനുമായി നടക്കുന്ന ക്യാമ്പസുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ കാണാൻ കഴിയും. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചുകൊണ്ട് ഈ ലൈംഗികതയ്ക്കൊന്നും സെക്സിനൊന്നും യാതൊരു അരുതുകളും ആവശ്യമില്ല, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ജീവിക്കും എന്ന് പറയുന്ന, ഇന്നതൊക്കെ വൈകൃതങ്ങളായിക്കൊണ്ട് LGBTQI എന്ന് പറയുന്ന പല വസ്തുക്കളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ ഇസ്ലാം നിശ്ചയിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് നിശ്ചയിച്ച അതിരുകൾ എവിടെ ഭേദിക്കുന്നുവോ അവിടെ വലിയ കുറ്റകൃത്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പല കുത്തഴിഞ്ഞ ലൈംഗിക സംസ്കാരങ്ങളും സ്വതന്ത്ര ലൈംഗികതയും ഒക്കെ ഇവിടെ വരുന്നത് പലപ്പോഴും ഈ ചിന്തകൾ പോയി നമ്മൾ കാണുന്ന വാർത്തകൾ, സഹപാഠികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി പ്രഗ്നന്റ് ആവുന്ന അവസ്ഥ, 9ാം ക്ലാസ്സുകാരി ഗർഭിണിയായി എന്നത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ മാത്രം അറിയുന്ന അവസ്ഥ. ലൈംഗികതയെ അല്ലെങ്കിൽ സെക്സിനെ ഇത്തരത്തിൽ നിസ്സാരവൽക്കരിച്ച് സ്വാഭാവികവൽക്കരിച്ച് യാതൊരു അതിരുകളും ഇതിന് വേണ്ട എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരിഹാരം എന്താണ് എന്നതാണ്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നമുക്ക് ചില പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലൈംഗികത എന്ന വിഷയത്തിൽ ആസക്തി തോന്നുന്നുണ്ടെങ്കിൽ പരിഹാരം വിവാഹമാണ്. ആ വിവാഹത്തിന് ശേഷം നമുക്ക് വിഹിതമാക്കപ്പെട്ട നമ്മുടെ ഇണകൾ മാത്രമായി അവരോട് മാത്രമാണ് നമുക്ക് അത്തരം ചിന്തകളും വികാരങ്ങളും ഉണ്ടാവാൻ പാടൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്.
ഒരു സ്ത്രീയും ഒരു പുരുഷനും തനിച്ചാവുന്ന ഒരു വേള ഉണ്ടെങ്കിൽ, ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മൂന്നാമതായിക്കൊണ്ട് പിശാച് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത കേവലം ഒന്നിച്ചിരിക്കുന്ന സമയം മാത്രമല്ല, മറിച്ച് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ, ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമുകളാവട്ടെ, അവിടെയെല്ലാം ചാറ്റ് ചെയ്യുമ്പോൾ ഒരാണും പെണ്ണും മാത്രമാണ് ചാറ്റിംഗ് നടക്കുന്നതെങ്കിൽ മൂന്നാമതായിക്കൊണ്ട് ശൈത്താൻ അവിടെ കടന്നു വരുമെന്നും ആ ശൈത്താൻ നമ്മൾ ഈ പറഞ്ഞ പല റൂട്ടുകളിലേക്കും തെറ്റിച്ചു കൊണ്ടുപോകാൻ കാരണമാകുമെന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം ഈ ഒരു വിഷയം എത്രയോ കാലം മുമ്പ് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേക്ക് തിരിച്ചു വരിക എന്നത് മാത്രമാണ് പരിഹാരങ്ങൾ. അല്ലാതെ ഇന്ന് പല സാഹചര്യങ്ങളും ഉണ്ടാവുകയാണ്. വലാത്ത ഖറബുസിന എന്ന ആയത്തിന്റെ ഒരു വ്യാപ്തി, എന്ന ഒരു വചനത്തിന്റെ വ്യാപ്തി, നിങ്ങൾ അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്ന്. ഇന്ന് ഇതിന് ഏറ്റവും കോമൺ ആയിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ ചിത്രീകരിക്കുന്ന ആളുകൾ, സ്റ്റഡി ടൂറുകളുടെ പേരിൽ, ബിസിനസിന് വേണ്ടി ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സഹപ്രവർത്തകർ, അല്ലെങ്കിൽ കസിൻസ് എന്ന പേരിൽ, ഫ്രണ്ട്സ് എന്ന പേരിൽ, ബെസ്റ്റികൾ എന്ന പേരിൽ, അതൊക്കെ എന്താ പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടത്, ഇത്തരം തിന്മകളെ നിസ്സാരവൽക്കരിക്കുമ്പോൾ അതിന് പിന്നീട് യാതൊരു അരുതുകളും ഇല്ലാതെ പോകുന്ന, അതിരുകളും സീമകളും ലംഘിച്ചു പോകുന്ന, അതെവിടെ വേണമെങ്കിലും എത്താം എന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിരുകളെ അത് നാം നിശ്ചയിച്ചതല്ല, അത് അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന ബോധ്യത്തോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാലാമത്തെ പ്രധാനപ്പെട്ട തിന്മകൾ വർദ്ധിക്കാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് ലഹരിയാണ്. ലഹരിയെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. കുറച്ചല്ലേ, വല്ലപ്പോഴും അല്ലേ, എല്ലാവരും ഒന്ന് കൂടുമ്പോഴല്ലേ എന്നൊക്കെ പല ന്യായീകരണവും പറഞ്ഞുകൊണ്ട് പല കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്ന, അതിന്റെ കാരിയറായിട്ട് മാറുന്ന അവസ്ഥകൾ കാണാറുണ്ട്. ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ചിന്ത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സ്കൂളുകളിലായും ക്യാമ്പസുകളിലായും എന്ത് സ്ട്രെസ്സുകൾ വന്നാലും, ജോലിയാവട്ടെ മറ്റു പ്രശ്നങ്ങളാവട്ടെ, എന്തുണ്ടെങ്കിലും ലഹരിയാണോ എൻ്റെ ചിന്തകളെ സ്വാധീനിക്കുന്ന, എൻ്റെ സ്വബോധത്തെ ഇല്ലാതാക്കുന്ന ലഹരി വസ്തുവാണോ അത് ഒഴിവാക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടത്, നാം കഴിയേണ്ടതുണ്ട്. കുല്ലു മുസ്കിരിൻ ഖംർ വകുല്ലു മുസ്കിരിൻ ഹറാം മാ അസ്കറ കതീറുഹു ഫഖലീലുഹു ഹറാം. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണ്, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. അത് എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരമായി നമ്മൾ കാണുന്നതാണെങ്കിലും അത് ഹറാമാണ് തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് മദ്യം ഒരു പ്രശ്നമല്ലാതായി മാറിക്കഴിഞ്ഞു. ഒരു വലിയ വരയും ചെറിയ വരയും വരച്ചു കഴിഞ്ഞാൽ ആ ചെറിയ വര പിന്നെ പ്രസക്തമാവുന്നില്ല. ചെറിയ വരയോടൊപ്പം വലിയ വര വരച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതിലേക്ക് എല്ലാവരും നോക്കുക. അതുപോലെ മദ്യം ഇന്ന് നമ്മൾ നോക്കി കാണുന്നത്, ഇപ്പം മയക്കുമരുന്നല്ലേ വലിയ പ്രശ്നം, മദ്യമല്ലല്ലോ എന്ന് കരുതി മദ്യത്തെ നിസ്സാരവൽക്കരിക്കുകയാണ്. പലപ്പോഴും ഈ മദ്യമാണ് പല തിന്മകളുടെയും താക്കോൽ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ നാം ചിന്തിച്ചു നോക്കേണ്ടത്, ലഹരി വസ്തുവാണോ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അത് എത്ര ചെറിയ നിസ്സാരമായി കാണുന്ന വസ്തുവാവട്ടെ അതെല്ലാം മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. ഈ രൂപത്തിൽ ആർത്തി, മനുഷ്യനുണ്ടാവുന്ന ആർത്തിയാവട്ടെ, സമ്പത്തിനോടാവട്ടെ, സ്ഥാനമാനങ്ങളാവട്ടെ, ലൈംഗികമായ വിഷയങ്ങളാവട്ടെ, അന്ധവിശ്വാസങ്ങളാവട്ടെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗമാവട്ടെ, ഇതെല്ലാം മനുഷ്യനെ കൊണ്ടെത്തിക്കുക ഏറ്റവും ദ്വലാലത്തിലേക്കായിരിക്കും, വഴികേടിലായിരിക്കും എന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട, നമുക്ക് നിയന്ത്രണത്തിലുള്ള നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകുന്ന, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ എവിടെയാണുള്ളത് അതിനെ നേരത്തെ കണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും രക്ഷ നേടാൻ സാധിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇസ്ലാമിക നിയമങ്ങൾ അത് നമ്മൾ മനുഷ്യരുണ്ടാക്കിയതല്ല. അത് കാലാതിവർത്തിയായി, കാലങ്ങൾക്ക് അതീതമായി, സാർവകാലികമായി എന്നെന്നും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ നിയമങ്ങളുടെ പ്രസക്തി ഓരോ ദിനവും വർദ്ധിച്ചു വരികയുള്ളൂ എന്ന ചിന്തയായിരിക്കണം അഭിമാനബോധമുള്ള മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. മതത്തെപ്പറ്റി ഇന്ന് പല രൂപത്തിലുള്ള ചിന്തകളാണ് പലപ്പോഴും പറഞ്ഞുണ്ടാക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ മതവിരോധിയാവണം. ഇന്ന് ഇവിടെയുള്ള എക്സ് മുസ്ലിംസും അല്ലെങ്കിൽ നാസ്തികരും പറയുന്നത് പോലെ നിങ്ങൾ മതവിരോധിയായി മാറുന്ന ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ തീവ്രതയുള്ള, അതിര് കവിയുന്ന ആളുകളായി മാറുന്ന മറ്റൊരു കാഴ്ചപ്പാട്. ഇതല്ലാതെ മതം സ്വീകരിക്കുന്ന ആളുകൾ എന്ന രൂപത്തിലൊരു കാഴ്ചപ്പാട് ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്ന പല പ്രചണ്ഡമായ അജണ്ടകളെയും പല പരിശ്രമങ്ങളെയും നമ്മൾ കാണാൻ കഴിയും. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് യഥാർത്ഥത്തിൽ മതം സ്വീകരിക്കുക എന്നത് അതിന്റെ എല്ലാ ബേസുകളും പഠിച്ചുകൊണ്ട്, അതിന്റെ അസുലുകളിൽ നിന്നുകൊണ്ട്, ഒരുപക്ഷെ ഒരു താടി വയ്ക്കുന്ന വ്യക്തിയെ കളിയാക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, ഈ താടി ഒരു വ്യക്തി
വെക്കുന്നുണ്ടെങ്കിൽ ആ വെക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാമിച്ചുകൊണ്ടാണ്. അത് എത്ര തന്നെ പുരോഗമിച്ച കാലമാണെങ്കിലും ഒരു താടി ഒരു വ്യക്തി വെക്കുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണ്. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെക്കുന്നത് നാളെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചു എന്ന് ഉറക്കെ പറയാൻ വേണ്ടിയാണ്. ഈ ഒരു അഭിമാന ബോധമുള്ള മുസ്ലിമീങ്ങളായി നമ്മൾ മാറേണ്ടതുണ്ട്. പർദ്ദയെ പലപ്പോഴും ഇന്ന് പുതിയ ആളുകൾ നോക്കിക്കാണുന്നത്, ആലോചിക്കുക, ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായി ചാനലുകൾ ചർച്ചയാവുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് സമത്വം നൽകുന്നില്ല, സ്ത്രീയും പുരുഷനും ഒന്നല്ല എന്ന രൂപത്തിലുള്ള ക്യാമ്പയിനുകളാണ്. സ്ത്രീയും പുരുഷനും ഒന്നല്ല എന്നത് ഇസ്ലാം മാത്രമല്ല പറയുന്നത്, ലോകത്തെല്ലാവരും പറയുന്നുണ്ട്. ഓരോ കോശങ്ങളിൽ പോലും സ്ത്രീ വേറെയാണ്, പുരുഷൻ വേറെയാണ്. പക്ഷെ ഇത് ചിന്തിക്കാതെ എല്ലാത്തിനെയും തുലനം ചെയ്യുന്ന, പുരുഷനെ പോലെ സ്ത്രീ ആവണം എന്ന് പറയുന്ന, പുരുഷൻ ചെയ്യേണ്ട എല്ലാ പണിയും സ്ത്രീ ചെയ്യണം, അതിന് പുറമെ സ്ത്രീ ചെയ്യേണ്ട പണികളും സ്ത്രീകൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞതിൽ എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്ന കാഴ്ചപ്പാടുകളുമായിട്ട് വരുന്ന ആളുകൾ അവർ ചിന്തിച്ചു നോക്കേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് എന്നും എല്ലാ കാലത്തും പ്രസക്തമാവുകയാണ്. കാരണം അത് പാലിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അതിൽ അഭിമാനബോധമാണുള്ളത്. സ്ത്രീകൾ ഒരുപക്ഷെ പർദ്ദ ധരിക്കുമ്പോൾ ചാക്കിലകപ്പെട്ടവരാണ് എന്നൊക്കെ പറയുന്ന പല വാർത്തകൾ നമ്മൾ കേൾക്കാൻ കഴിയും. അങ്ങനെ പറയുന്ന ആളുകളോട് പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾക്ക് പറയണം, ഇത് എനിക്ക് സുരക്ഷയാണ് നൽകുന്നത്. ഈ സമൂഹത്തിലെ ഒരു നല്ല സോഷ്യൽ സിസ്റ്റം ഉണ്ടാക്കാൻ, ഇവിടെ നല്ല സാമൂഹ്യ സംവിധാനം ഉണ്ടാക്കുന്നതിൽ ഈ പർദ്ദ എനിക്ക് ധരിക്കുമ്പോൾ ലഭിക്കുന്ന കംഫർട്ട്, എനിക്ക് ലഭിക്കുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും എല്ലാം അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ അത് വരാതിരിക്കാൻ ഓരോ ദിവസവും നമ്മൾ കാണുന്ന വാർത്തകൾ അതൊന്നും നമ്മുടെ കുടുംബങ്ങളിലേക്കോ നമ്മളുമായി ബന്ധപ്പെട്ട ആരിലേക്കും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ തലമുറയെ ഏറ്റവും കൃത്യമായി ഇത് ബോധ്യപ്പെടുത്തുക എന്നതാണ്. പുതിയ തലമുറ കണ്ടുവരുന്ന, കേട്ടുവരുന്ന, അവരുടെ ചർച്ചയിൽ വരുന്ന വാക്കുകളും വാചകങ്ങളും നാം ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് അവരെ കൃത്യമായ മാർഗത്തിൽ വഴി നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ചെറുപ്പം മുതൽ തന്നെ, ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇസ്ലാമികമായ മതപരമായ ശിക്ഷണങ്ങൾ നേരത്തെ അവർക്ക് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം. ആലോചിക്കൂ, പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് ബാങ്ക് കൊടുത്ത് ഉടനെ തന്നെ നടന്നു പോകുന്ന ഒരു ഉപ്പ പള്ളിയിൽ സുന്നത്ത് നമസ്കരിച്ച് ശേഷം സുബഹി ജമാഅത്ത് നമസ്കരിക്കുമ്പോൾ അങ്ങനെ ഒരു ഉപ്പ തന്റെ മകനോട് നാളെ പറയണം, മോനെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, നീയും പള്ളിയിലേക്ക് വരണട്ടോ എന്ന് പറയുമ്പോൾ അതിനൊരു മാതൃകയുണ്ട്. അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്ത മാതൃകയിൽ നമ്മുടെ മക്കളെ നമ്മൾ വഴി നിർത്താൻ സാധിക്കേണ്ടതുണ്ട്. മോനെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ചില നിയന്ത്രണമൊക്കെ വേണട്ടോ എന്നൊരു ഉമ്മ പറയുകയാണെങ്കിൽ ആ ഉമ്മ പിന്നെ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളാവാൻ പാടില്ല. ഇങ്ങനെ ചെയ്ത് കാണിക്കുന്ന മാതൃകയാവാൻ ഒരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നമുക്കവർക്കും കഴിയേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ട മതവിദ്യാഭ്യാസം അത് കൃത്യമായി പകർന്നു കൊടുക്കുവാൻ, ആ വിദ്യാഭ്യാസത്തെ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അതിനൊട്ടും കുറവ് വരുത്തേണ്ടതില്ല, മറിച്ച് മതവിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യവും അവർക്ക് കൊടുക്കുന്നുണ്ട്. കേവലം 7ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചാൽ എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളായി നമ്മൾ മാറാൻ പാടില്ല. ജീവിതാവസാനം വരെ അവർക്ക് അതിനു വേണ്ട ശിക്ഷണങ്ങൾ നമ്മളിലൂടെയും അല്ലാത്ത സംവിധാനങ്ങളിലൂടെയും നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് ഹറാമുകൾ എവിടെയാണ്, ഹലാലുകൾ എവിടെയാണ്, ഈ ഒരു ബോധ്യം നമ്മുടെ മക്കൾക്ക് നേരത്തെ തന്നെ പകർന്നു കൊടുക്കണം. നാളെ മേലാക്ക് ഹറാമുകളുടെ ഏറ്റവും തീവ്രമായ മറ്റൊരു വിഷയമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അവിടെ ഇത് ഹറാമാണ്, ഇസ്ലാം എനിക്ക് വിരോധിച്ച കാര്യമാണ് എന്ന് കണ്ട് അതിന് തിരിഞ്ഞു നടക്കുന്ന മക്കളായി മാറാൻ അവർക്ക് ഇപ്പോൾ തന്നെ എന്തൊക്കെയാണ് കേൾക്കാൻ പാടുക, എന്തൊക്കെയാണ് കാണാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ശിക്ഷണം, അത്തരത്തിലൊരു കുടുംബം ഉണ്ടാവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്ന, നാളെ നമുക്കും ഈ ഒരു കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന കൺകുളിർമയുള്ള മക്കളായി അവരെല്ലാം മാറാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളും അള്ളാഹുലേക്ക് നിരന്തരം ഉയർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ശൈത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എല്ലാ തെറ്റായ വഴികളിലേക്കും ഒരുപാട് ദൂരം സഞ്ചരിച്ച് പിന്നെ യൂട്ടേൺ എടുക്കുന്ന അവസ്ഥ ഒരിക്കലും മുസ്ലിമീങ്ങളെ നിലയ്ക്ക്, ഈ ഒരു ഖുതുബ ശ്രമിക്കുന്നവരുടെ നിലയ്ക്ക് നമുക്കാർക്കും ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള ജാഗ്രതയും പ്രീ പ്ലാനിങ്ങുകളും നടത്താൻ ജാഗ്രതയുള്ളവരായി മാറാൻ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ പണ്ഡിതന്മാർ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും അവർ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ജനതകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു പ്രയാസം മാറ്റി സ്വാതന്ത്ര്യം നൽകി സംതൃപ്തിയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين
اللهم انصر إخواننا المجاهدين في فلسطين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.